സ്നേഹം അങ്ങനെയുമുണ്ട്. ഏത് മുറിവും സഹിച്ചുകൊണ്ട്, ഏത് അപമാനവും സഹിച്ചുകൊണ്ട്, ചിലപ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ലെന്ന് അറിഞ്ഞുകൊണ്ട്. ഈ പുസ്തകത്തെ വർണ്ണിക്കാൻ ഈ വരികൾ ധാരാളമാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകമാണ്. റഷ്യൻ എഴുത്തുകാരൻ ദസ്തയേവ്സ്കിയുടെ എഴുത്തുകൊണ്ടുള്ള അദ്ദേഹത്തെ അഗാധമായ സ്നേഹമാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തിന്റെ ജന്മത്തിന് കാരണമായത്. ഈ പുസ്തകം നമ്മോട് സംസാരിക്കുന്നത് ദസ്തയേവ്സ്കിയുടെ കഥയാണ്. അന്നയും ദസ്തയേവ്സ്കിയും തമ്മിലുള്ള പ്രണയത്തിന്റെ കഥയാണ്. കഷ്ടതകളും ക്ലേശങ്ങളും മാത്രം നിറഞ്ഞ ഒരു മനുഷ്യന്റെ ജീവിതം ഈ പുസ്തകത്തിൽ പച്ചയായി വരച്ചു കാണിച്ചിരിക്കുന്നു. ദരിദ്രനും അനാഥനുമായ ദസ്തയേവ്സ്കി ജീവിക്കാൻ വേണ്ടി എഴുതുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു, ചൂതുകളിക്കാരനായിരുന്നു, അപസ്മാര രോഗി കൂടിയായിരുന്നു, അസന്തുഷ്ടകരമായ ദാമ്പത്യത്തിൽ പിറന്ന ഒരു മകൻ കൂടിയായിരുന്നു ദസ്തയേവ്സ്കി. സ്റ്റെല്ലോവസ്കി എന്ന പ്രസാധകന് വേണ്ടി കരാർ അടിസ്ഥാനത്തിൽ അദ്ദേഹം നോവൽ പൂർത്തിയാക്കുവാൻ തയ്യാറാവുകയാണ്. നവംബർ 1 മുമ്പ് ആ നോവൽ പൂർത്തിയാക്കണം, ഇല്ലെങ്കിൽ ദസ്തയേവ്സ്കി ഇതുവരെ എഴുതിയ നോവലുകളും ഇനി 9 വർഷക്കാലത്തേക്ക് എഴുതാൻ പോകുന്ന നോവലുകളും എല്ലാം സ്റ്റെല്ലോവസ്കിയുടേതായി മാറുന്നു. ഈ നോവൽ പകർത്തി എഴുതുന്നതിനായി അന്ന എന്ന പെൺകുട്ടി അവിടേക്ക് കടന്നു വരികയാണ്. നിറയെ സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടി. കുറെ പ്രതീക്ഷകളായിട്ടാണ് അവൾ ദസ്തയേവ്സ്കിയുടെ അടുത്തേക്ക് എത്തുന്നത്. കാരണം അവൾ ഏറെ ആരാധിച്ചിരുന്ന, കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു എഴുത്തുകാരനായിട്ട് ദസ്തയേവ്സ്കി. എന്നാൽ അവൾ ആഗ്രഹിച്ച പോലുള്ള അനുഭവങ്ങളൊന്നും അല്ലായിരുന്നു അവൾക്ക് അവിടെ ഉണ്ടായിരുന്നത്. ദസ്തയേവ്സ്കിയുടെ പരിക്കൻ സ്വഭാവം പല സന്ദർഭങ്ങളിലും അവളെ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് അത് കുറ്റബോധം തോന്നുകയും അവളോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ യാത്രയിൽ അവർ പരസ്പരം അടുക്കുകയാണ്. അവരിൽ പ്രണയം വീഴുന്നു. അവർ തമ്മിൽ 25 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. എന്നാൽ അവരുടെ നിഷ്കളങ്കമായ ആ സ്നേഹത്തിന് മുമ്പിൽ അതൊന്നും ഒരു തടസ്സമേ ആവുന്നില്ല. ഈ നോവലിന്റെ പല ഘട്ടങ്ങൾ ദസ്തയേവ്സ്കി മദ്യപാനത്തിലേക്കും ചൂതുകളിലേക്കും പോകുന്നുണ്ട്. എന്നാൽ അന്നയുടെ സ്നേഹം അദ്ദേഹത്തെ ഈ നോവൽ പൂർത്തിയാക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ നവംബർ 1 ഒരു ദിവസം മുമ്പ് തന്നെ ദസ്തയേവ്സ്കി ആ നോവൽ പൂർത്തിയാക്കുകയാണ്. ഇനി എത്രയും വേഗം ഈ നോവൽ സ്റ്റെല്ലോവസ്കിയെ ഏൽപ്പിക്കണം. അങ്ങനെ അന്നയും ദസ്തയേവ്സ്കിയും കൂടി ഈ നോവൽ സ്റ്റെല്ലോവസ്കിയെ ഏൽപ്പിക്കാനായി പോവുകയാണ്. എന്നാൽ സ്റ്റെല്ലോവസ്കി അവിടെ നിന്ന് പോകുന്നു. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ദസ്തയേവ്സ്കി ഈ നോവൽ ഒരിക്കലും പൂർത്തിയാക്കാൻ പാടില്ല. അന്നയുടെ നിർദ്ദേശപ്രകാരം അവർ ആ നോവൽ കോടതിയെ ഏൽപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ കോടതിയുടെ സമയം കഴിഞ്ഞതിനാൽ അവർക്ക് അവിടെ അത് ഏൽപ്പിക്കാൻ സാധിക്കുന്നില്ല. പിന്നീട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ദസ്തയേവ്സ്കി ആകെ തകർന്നു. അദ്ദേഹത്തിന് ഇനി പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ല. അന്ന പോലീസുകാരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോലീസുകാരൻ അന്നയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഇത് ആരുടെ നോവലാണ്? അപ്പോൾ അന്ന പറയുകയാണ്, ഇത് ദസ്തയേവ്സ്കിയുടെ നോവലാണ്, അദ്ദേഹം പുറത്തു നിൽക്കുന്നുണ്ട്. വീണ്ടും പോലീസുകാരൻ അന്നയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ദസ്തയേവ്സ്കി നിങ്ങളുടെ ആരാണ്? ഈ ചോദ്യം കേട്ടപ്പോൾ അന്ന ഒന്ന് പകച്ചു പോകുന്നുണ്ട്. പക്ഷേ സധൈര്യം അവൾ പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അങ്ങനെ പോലീസുകാർ നൽകിയ രസീതുമായി അന്ന പുറത്തേക്ക് വരികയാണ്. നിറകണ്ണുകളോടെ ദസ്തയേവ്സ്കി അവളെ കാത്തു നിൽക്കുകയാണ്. തികച്ചും ദൈവികമായ ഒരു സന്ദർഭം കൂടിയാണിത്. ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹൃദയത്തിലേക്ക് എന്നും ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് ഒരു സങ്കീർത്തനം പോലെ. അക്ഷരങ്ങളുടെ മായാലോകത്ത് ഈ പുസ്തകം നിങ്ങൾക്ക് അവിസ്മരണീയമായ ഒരു അനുഭവമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി.